പശുക്കളിൽ പടരുന്ന തൈലേറിയോസിസ് എന്ന ഈ മാരക രോഗത്തെക്കുറിച്ച് ക്ഷീരകർഷകർ വേണ്ടത്ര ശ്രദ്ധിച്ചില്ലെങ്കിൽ വലിയ നഷ്ടം സംഭവിക്കും. അപ്പോൾ നമ്മളൊരു പശു കിടന്ന് ഒരു 4 ദിവസത്തിന് മുകളിൽ കിടന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ മസിലുകൾ ചതയുകയും അത് എഴുന്നേക്കാനുള്ള സാധ്യത കുറയുകയും ചെയ്യും. വീണ് പോയി, പശു വീണ് പോയായിരുന്നു. വീണ് പോയിട്ട് രണ്ടാം പക്കം ഞങ്ങളൊരു കൗലിപ്റ്റയിൽ ഇതിനെ പൊക്കി. കൗലിപ്റ്റയിൽ പൊക്കിയപ്പം കാല് ഉറയ്ക്കുന്നില്ല, കാലിന് ബലമില്ല. അപ്പം കാലിന് ബലമില്ലാതെ ഇത് ബെൽറ്റിൽ തൂങ്ങിക്കിടക്കുന്നൊരു അവസ്ഥ വന്നു. അപ്പം തൈലേറിയോസിസ് എന്നത് കന്നുകാലികളെ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പരാത രോഗമാണ്. ഇത് കേരളത്തിലും ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലും സാധാരണയായി കണ്ടുവരുന്നു. തെളിച്ചെള്ള്, ടിക്സ്, വട്ടൻ, പട്ടുണ്ണി എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഇത് മൃഗങ്ങളുടെ ശരീരത്തിൽ പറ്റിപ്പിടിച്ച് രക്തം കുടിച്ച് ജീവിക്കുന്ന ഒരുതരം പരാതമാണ്. ഇവ വഴിയാണ് ഈ രോഗം പശുക്കളിൽ പടരുന്നത്. തൈലേറിയ എന്ന പ്രോട്ടോസോവയാണ് ഈ രോഗത്തിന് കാരണം. ഈ രോഗം കന്നുകാലികളുടെ പ്രതിരോധ ശേഷിയെ സാരമായി ബാധിക്കുകയും മരണത്തിന് വരെ കാരണമാവുകയും ചെയ്യാം, പ്രത്യേകിച്ചും സങ്കരയിനം കന്നുകാലികളിൽ. രോഗം ബാധിച്ച കന്നുകാലികളിൽ കാണുന്ന പ്രധാന ലക്ഷണങ്ങൾ ഇവയാണ്. സാധാരണയായി ഉയർന്ന പനി കാണപ്പെടുന്നു. കഴുത്തിലും ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലുമുള്ള ലിംഫ് നോഡുകൾ അഥവാ കഴലകൾ വീർക്കുന്നത് ഒരു പ്രധാന ലക്ഷണമാണ്. രക്തത്തിലെ ചുവന്ന രക്താണുക്കളെ ഈ രോഗം ബാധിക്കുന്നതിനാൽ വിളർച്ചയുണ്ടാകുന്നു. ഇതുമൂലം കന്നുകാലികളുടെ കണ്ണിലെയും വായിലെയും തൊലിയിലെയും ശ്ലേഷ്മസ്തരങ്ങൾക്ക് വിളറിയ നിറം കാണാം. കന്നുകാലികൾക്ക് തീറ്റയോട് താല്പര്യമില്ലായ്മയും ശരീരം മെലിയുകയും ചെയ്യും. ചിലപ്പോൾ ശ്വാസം മുട്ടലും ചുമയും കാണാം. ക്ഷീരകർഷകരെ സംബന്ധിച്ചിടത്തോളം പാൽ ഉൽപാദനത്തിൽ ഗണ്യമായി കുറവ് വരും. കഠിനമായ കേസുകളിൽ മഞ്ഞപ്പിത്തവും കാണാം. വിറയൽ, തലയടിച്ച് നടക്കുക തുടങ്ങിയ നാഡീ സംബന്ധമായ ലക്ഷണങ്ങളും അപൂർവമായി കാണാറുണ്ട്. രോഗം മൂർച്ഛിക്കുമ്പോൾ ഗർഭിണികളായ കന്നുകാലികൾക്ക് ഗർഭം അലസാനും സാധ്യതയുണ്ട്. രോഗലക്ഷണങ്ങൾ മാത്രം വെച്ച് തൈലേറിയോസിസ് ഉറപ്പിക്കാൻ കഴിയില്ല. ഒരു വെറ്ററിനറി ഡോക്ടറുടെ സഹായത്തോടെയുള്ള രക്തപരിശോധനയാണ് രോഗനിർണയത്തിനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗം. രക്തസ്മിയർ പരിശോധിച്ച് തൈലേറിയ പരാതങ്ങളെ കണ്ടെത്താൻ സാധിക്കും. തൈലേറിയോസിസ് രോഗത്തിന് ഫലപ്രദമായ ചികിത്സ ലഭ്യമാണ്. എന്നാൽ രോഗം ഗുരുതരമാകുന്നതിന് മുൻപ് ചികിത്സ നൽകേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ നമ്മളൊരു പശു കിടന്ന് ഒരു 4 ദിവസത്തിന് മുകളിൽ കിടന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ മസിലുകൾ ചതയുകയും അത് എഴുന്നേക്കാനുള്ള സാധ്യത കുറയുകയും ചെയ്യും. അതുകൊണ്ട് നമ്മളൊരു 3 ദിവസം 4 ദിവസം വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ അത് 4ാം ദിവസം കൗലിഫ്റ്റ് ഇപ്പോൾ ഇവിടെ 2 കൊണ്ട് വെച്ചിട്ടുണ്ട്. അതിൽ വൈലിഫ്റ്റ് ഇപ്പോൾ തന്നെ കയറ്റുന്നതായിരിക്കും. അതുപോലെ നമ്മൾ ഇതിൻ്റെ കാൽസ്യക്കുറവ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോയെന്നറിയാൻ വേണ്ടി സിറം എടുത്ത് മിനറൽ എസ്റ്റിമേഷന് ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ വോൾബിൾ എടുത്തിട്ട് രക്തത്തിലെ അണുക്കളുടെ സാന്നിധ്യം എത്രത്തോളം കൗണ്ടുണ്ട്, പ്ലേറ്റ്ലെറ്റ്, അതുപോലെ ESR, PCV, അതുപോലെ ഹീമോഗ്ലോബിൻ, ഇത്തരം കാര്യങ്ങൾ നമ്മളിപ്പോൾ നോക്കുന്നുണ്ട്. അപ്പം അതോട് നോക്കുമ്പം ഇതിൻ്റെ സ്ഥിതി എങ്ങനെയുണ്ട്, ആരോഗ്യസ്ഥിതി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നല്ല ക്ഷീണത്തിൽ കിടക്കുന്നൊരു പശുവാണ്, എഴുന്നേൽക്കുന്നില്ല ഇതുവരെ. ഇടയ്ക്കൊന്ന് എഴുന്നേറ്റ് നിന്ന് പിന്നെയും കിടക്കുമായിരുന്നു. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ തൈലേറിയ വന്നാൽ ഇത് വന്നു കഴിഞ്ഞിട്ട് 6 മാസം കഴിഞ്ഞ് പിന്നെ ഇത് റീകവർ ചെയ്യുക അല്ലെങ്കിൽ ഒന്നുകൂടെ വരും എന്നാണ് പറയുന്നത്. തൈലേറിയുള്ള പശുക്കൾ നമ്മൾ പരമാവധി ഫാമിൽ നിന്ന് ഒഴിവാക്കുന്നതാണ് കർഷകന് എപ്പോഴും നല്ലത്. അപ്പോൾ ഇതിനെക്കൊണ്ട് നമുക്ക് ഇത് വന്നു കഴിഞ്ഞാൽ റിക്കവർ ചെയ്താലും പിന്നെയും വരാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പഠനങ്ങൾ സൂചിപ്പിച്ചിരിക്കുന്നത്. പിന്നെ ഇത് മെയിനായിട്ട് വരാൻ കാര്യമെന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ പശുക്കൾ കുറവാണ്. അപ്പോൾ നമ്മൾ ഇടുക്കിയിൽ ഇപ്പോൾ ഇവിടെ നമ്മൾ കോട്ടയം ജില്ലയിലാണെങ്കിൽ അടുത്ത ജില്ലയായ പശുക്കൾ കൂടുതലുള്ള ജില്ലയായ ഇടുക്കിയിലോട്ട് ചെന്നു. ഇടുക്കിയിൽ നിന്ന് എവിടെ പശു വരുന്നു നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം. അപ്പോൾ ചെക്ക് പോസ്റ്റ് വഴി കടന്ന് എല്ലാ കൊണ്ട് പശുവിനെ കെട്ടി അവർ വളർത്തുന്നു. അപ്പം നമ്മുടെ ഒരു കോട്ടയം ജില്ലയെ സംബന്ധിച്ച് നമുക്ക് സ്ട്രെസ്സ് ഈ രോഗത്തിന് കാരണമാണ്. ഞാൻ അതിനെ പറഞ്ഞായിരുന്നു, പ്രസവിക്കുന്നതിന് 2 ദിവസം മുൻപും പിൻപും രോഗം കാണുന്നത്. സ്ട്രെസ്സ് കൂടുമ്പോഴാണ് മെയിനായിട്ട് ഈ രോഗം ഇത് ശരീരത്തിലെ അണുക്കൾ ഇത് രോഗം ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങും. അപ്പം ഈ തമിഴ്നാട്ടിൽ നിന്നൊക്കെ പറഞ്ഞാൽ അഴിച്ചു വിട്ട് വളർത്തുകയും അവർ വേറെ ഈ തീറ്റി മാർഗ്ഗമാണ്. ഇതുപോലെ എപ്പോഴും മൂടിക്കെട്ടിയ അന്തരീക്ഷമല്ല, നല്ല ഉണങ്ങിയ അന്തരീക്ഷമൊക്കെയാണ്. അപ്പം അതുപോലെ ഈ അഴിച്ചു വിടുന്നതുകൊണ്ട് ഈ വട്ടൻ അങ്ങനെയുള്ള കാര്യങ്ങളിൽ അറ്റാക്ക് ഉണ്ടായാൽ പോലും അത് നമുക്ക് അതിൽ നിന്നും ഈ രോഗം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കെട്ടിയിട്ട് 1 വർഷം കൊണ്ട് കെട്ടിയാൽ 2-3 വർഷത്തേക്ക് പശുവിനെ അഴിക്കാത്ത കൂടുകൾ വരെ നമ്മളിവിടെ കാണുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഈ പശുക്കളിൽ ഈ രോഗം വർദ്ധിക്കാനുള്ള സാധ്യത കൂടുതൽ. നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പശുവിന് തീറ്റമടുപ്പ്, പശു പ്രസവിച്ച പുറകെ ഒരു തീറ്റമടുപ്പ് കാണിക്കുന്നു. ചെറുതായിട്ട് തുടങ്ങിയത് പിന്നെ ശക്തമായ രീതിയിൽ കാണിക്കും. അതുപോലെ നമ്മൾ പശു പെട്ടെന്ന് ശരീരം മെലിഞ്ഞു തുടങ്ങുന്നു. ഈ 2 കാര്യങ്ങൾ. പിന്നെ ഈ വട്ടനെ അങ്ങനെയുള്ള ഈ
പരാതി രോഗങ്ങളുണ്ട്. രക്തം കുടിക്കുന്ന ജീവികളാണ് വട്ടൻ എന്ന് പറയുന്നത്. അത് പലയിടത്തും പല പേരാണ്. ഈ കോട്ടയം നമ്മൾ പറയുന്ന വട്ടനാണ്. ഇത് രക്തം കുടിക്കുകയും അത് നമ്മളിപ്പോൾ തന്നെ ഇല്ലെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാലിനിടയിലും കൈക്കിടയിലും നോക്കി തന്നെ ഒന്നിനെണ്ണം ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ നമ്മൾ ഒരു കൂടി ചെന്ന് ചുറ്റുവട്ടത്ത് റബ്ബർ തോട്ടം ഉണ്ടെങ്കിൽ അത് ഇതിൻ്റെ സാന്നിധ്യം നമ്മൾ കാണുന്നുണ്ട് ഈ വട്ടൻ്റെ. അതാണ് ഇപ്പോൾ നമുക്ക് മനുഷ്യന് മലേറിയ കൊതുകൾ വരുന്ന പോലെ തന്നെയാണ് ഈ തൈലേറിയ വട്ടനിലൂടെ മൃഗങ്ങളിൽ നിന്ന് മൃഗങ്ങളിലേക്ക് പകരുന്നത്. അത് ഒരു വട്ടൻ കടിച്ചു കഴിഞ്ഞാൽ അതിന് ഒരു 2 മാസത്തേക്കുള്ള ചോര കുടിച്ചിട്ടാണ് താഴേക്ക് വീഴുന്നത്. അത് പിന്നെ അടുത്ത അതിൻ്റെ പശു ഈ നമ്മുടെ പെരുമ്പാമ്പര എടുക്കുന്ന പോലെ കുറച്ച് നാൾ ഇതിനൊന്നും കഴിക്കണ്ട. അത് പിന്നെ അതിന് വിശപ്പ് വരുമ്പം അടുത്തയിലേക്ക് ചാടിക്കയറുന്നു. അത് നമ്മുടെ മനുഷ്യൻ തലയിൽ നിന്ന് പേൻ അങ്ങോട്ട് മാറുന്ന പോലെ തന്നെ ഈ ജീവികളിൽ നിന്ന് ഒരു ജീവി അടുത്തയിലേക്ക് മാറി രോഗം പകർത്തുകയും ചെയ്യും. ഇതിൻ്റെ ഉമിനീരിലാണ് ഇതിൻ്റെ സാന്നിധ്യം. ഇത് രക്തം കുടിച്ച് മറ്റേലേക്ക് പകർത്തുന്നു. ഈ തമിഴ്നാട്ടിൽ പോയി തമിഴ്നാട് വഴി വരുന്ന പശുക്കളുടെ ഇത് കുറച്ച് ഇവിടെ കിടാക്കളെ തന്നെ വളർത്തിയെടുത്ത് പറ്റുമെങ്കിൽ വളർത്തിയെടുത്ത് ഇവിടെ ചെയ്യാം. പിന്നെ സർക്കാർ ഇവിടെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പശു വിതരണത്തിന് പകരം കിടാവിൻ്റെ വിതരണം നടക്കണം. ഇവിടെ ഇപ്പോൾ കറവുള്ള പശുക്കളെ പറയുന്നു, ഒരു കർഷകൻ ഓടിപ്പോയി കറവ് പശുവിനെ മേടിച്ച് വളർത്തുന്നു. ഇതല്ല, ഇവിടെ നമ്മൾ ഒരു 8 മാസം അല്ലെങ്കിൽ 10 മാസമുള്ള കിടാക്കളെ സർക്കാർ ഫാമുകളിൽ വളർത്തിയെടുത്ത് ഇത് കർഷകർക്ക് വിതരണം ചെയ്താൽ ഇതിന് നല്ല രീതിയിൽ മാറ്റം ഉണ്ടാകും. അതായത് നമ്മുടെ ഇവിടുത്തെ പശുക്കളെ തന്നെ പ്രതിപാലനം നടത്തി പശുക്കളെ വിതരണം ചെയ്യണം. എങ്ങനെയാണെങ്കിൽ ഈ നല്ല രീതിയിലുള്ള മാറും. ഇത് പുറന്നുള്ള പശുക്കളുടെ വരവാണ് മെയിൻ കാരണം. കൂടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിന് നമ്മൾ ഡെയിലി കൂട് നല്ല വൃത്തിയാക്കി പറ്റുമെങ്കിൽ കുമ്മായൊക്കെ അടിച്ച് നല്ല വൃത്തിയാക്കി പിന്നെ ലോഷനോ അങ്ങനെയുള്ള അണുവിമുക്ത ലായനികൾ ഉപയോഗിച്ച് ഡെയിലി കൂട് കഴുകേണ്ടതാണ്. ഇപ്പോൾ മാറ്റുണ്ടെങ്കിൽ മാറ്റി തിരിച്ചും മറിച്ച് ഇപ്പോൾ ഡെയിലി എടുത്ത് മാടിൻ്റെ അടിയെല്ലാം കഴുകി വൃത്തിയാക്കി എല്ലാം ചെയ്യുവാണെങ്കിൽ ഈ അകിടി വീക്കം അങ്ങനെയുള്ള രോഗങ്ങളും നല്ല രീതിയിൽ കുറയും. അത് നമ്മൾ ഇപ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞായിരുന്നു, തൈലേറിയ രോഗം വരുന്നത് ഈ സ്ട്രെസ് ഉണ്ടാകാൻ കാര്യം എന്ന് പറഞ്ഞിട്ട് പശുവിനെ സംബന്ധിച്ച് അതിന് ഫുൾ ടൈം ഈ കൂട്ടി തന്നെയാണ്. അതുപോലെ പശുക്കളുടെ എണ്ണം കൂടി കഴിഞ്ഞിട്ട് ഒരു 10 പശു ഉണ്ടെങ്കിൽ ഒരു 15 പശു നിൽക്കുമ്പോൾ അത് തമ്മി കൂട്ടയും കയറി കിടക്കുമ്പോൾ വേറെ പശു കയറി ചവിട്ടാനുള്ള സാധ്യത, പിന്നെ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടും തമ്മിൽ അടുക്കുമ്പോൾ. അത് സ്ട്രെസ് എന്ന് പറയും. ഈ സ്ട്രെസ് ഉണ്ടാകുമ്പോൾ ശരീരത്തിലുള്ള ഈ നമ്മുടെ തൈലേറിയ അല്ലെങ്കിൽ ഏതെങ്കിലും അണുക്കൾ കൂടുതലായിട്ട് രോഗാണുവായി മാറുക, രോഗം ഉണ്ടാക്കാൻ തുടങ്ങും. അത്രയും നാളും അതിന് ഒരു സാധ്യതയില്ല, ഒരു ചാൻസ് കിട്ടാൻ നിൽക്കുമായിരുന്നു രോഗം ഉണ്ടാക്കാൻ. ആ രോഗം ഉണ്ടാക്കി ആ പശുക്കൾക്ക് ആരോഗ്യം കുറയുകയും പശു ഒന്നെങ്കിൽ വീഴുകയും ഉൽപ്പാദനത്തിൽ നിന്നും പിന്നോട്ട് പോവുകയും ചെയ്യും, അല്ലെങ്കിൽ മരണപ്പെടുകയും ചെയ്യും. രോഗം പരത്തുന്ന തെളിച്ചെള്ളിനെ നിയന്ത്രിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിരോധ മാർഗം. കന്നുകാലികളുടെ ദേഹത്ത് തെളിച്ചെള്ളുണ്ടോ എന്ന് പതിവായി പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ്. തെളിച്ചെള്ളിനെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന മരുന്നുകൾ വെറ്ററിനറി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഉപയോഗിക്കുക. കാലിത്തൊഴുത്തും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക. തെളിച്ചെള്ളിൻ്റെ മുട്ടകൾ ചുമരുകളുടെ മൂലകളിലും മറ്റും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തൈലേറിയോസിസ് രോഗത്തിനെതിരെ പ്രതിരോധ കുത്തിവയ്പ്പുകൾ ലഭ്യമാണ്. നിങ്ങളുടെ വെറ്ററിനറി ഡോക്ടറുമായി ആലോചിച്ച് വാക്സിനേഷൻ നൽകുന്നത് രോഗം വരുന്നത് തടയാൻ സഹായിക്കും, പ്രത്യേകിച്ചും സങ്കര ഇനം പശുക്കൾക്ക്. രോഗലക്ഷണങ്ങൾ കാണിക്കുന്ന പശുക്കളെ കൂട്ടത്തിൽ നിന്ന് മാറ്റി പാർപ്പിച്ച് ചികിത്സ നൽകുക. പുതിയതായി വാങ്ങുന്ന കന്നുകാലികളെ, പ്രത്യേകിച്ച് അന്യ സംസ്ഥാനത്ത് നിന്നും കൊണ്ടുവരുന്ന പശുക്കളെ കുറച്ചു കാലം കൂട്ടത്തിൽ ചേർക്കാതെ മാറ്റിപ്പാർപ്പിച്ച് രോഗങ്ങളൊന്നുമില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം കൂട്ടത്തിൽ ചേർക്കുക. ഇപ്പോൾ എൻ്റെ ഒരു പശുവിന് ഏകദേശം ഒരു 10 ദിവസം മുമ്പ് തൈലേറിയ ഉണ്ടായി. അപ്പം ആദ്യം തീറ്റ കൊണപ്പാണ് ലക്ഷണം കാണിച്ചത്. അപ്പോൾ തീറ്റ കൊണപ്പിന് ഞാൻ മരുന്ന് വാങ്ങിച്ചു കൊടുത്തു. പക്ഷേ 2 ദിവസം മരുന്ന് തീറ്റ കൊണപ്പ് മാറിയില്ല. അപ്പോൾ ബ്ലഡിൻ്റെ അടുത്ത് ചെക്ക് ചെയ്തപ്പോൾ തൈലേറിയ ഉണ്ട്. അപ്പം തൈലേറിയ 4+ ഉണ്ടായിരുന്നു, പ്ലസ് അനാപ്ലാസ്മ ഉണ്ടായിരുന്നു. അപ്പം ഡോക്ടർ വന്നു, തൈലേറിയക്കുള്ള ട്രീറ്റ്മെൻറ്റ് അനാപ്ലാസ്മയ്ക്കുള്ള ട്രീറ്റ്മെൻറ്റൊക്കെ ഓൾറെഡി ചെയ്തു. അപ്പം അതിനോട് ഞങ്ങൾ ബ്ലഡ് ചെക്ക് ചെയ്തപ്പം കാൽസ്യത്തിൻ്റെ അളവ് കുറവായിരുന്നു. കാൽസ്യം 3 ബോട്ടിൽ കാൽസ്യം ഞങ്ങൾ കൊടുത്തു. അപ്പം ഞങ്ങൾ ഇത് വീണുപോയി, പശു വീണ് പോയിട്ട് 2-ാം പക്കം ഞങ്ങളൊരു കൗലിപ്റ്റയിൽ ഇതിനെ പൊക്കിയപ്പം കാല് ഉറയ്ക്കുന്നില്ല, കാലിന് ബലമില്ല. അപ്പം കാലിന് ബലമില്ലാതെ ഇത് ബെൽറ്റിൽ തൂങ്ങിക്കിടക്കുന്നൊരു അവസ്ഥ വന്നു. അപ്പം ബെൽറ്റിൽ തൂങ്ങിക്കിടക്കുമ്പം പിന്നെ വയറിൻ്റെ അടിയിലൊക്കെ ചതവുകളൊക്കെ വരും. ഞങ്ങളതുകൊണ്ട് കൗലിപ്റ്റ് മാറ്റി ഇതിനെ നിലത്ത് കിടത്തി ഏകദേശം ഒരാഴ്ചയോളം വിറ്റാമിൻസും അങ്ങനെയുള്ള പ്രതിരോധത്തിനുള്ള മരുന്നുകളും അങ്ങനെ ഒരു പറ്റ ഇഞ്ചക്ഷനുകൾ ഒത്തിരി മരുന്നുകളൊക്കെ കൊടുത്തു. പശു ആരോഗ്യസ്ഥിതി വീണ്ടെടുത്തു. അപ്പോഴത്തേക്ക് സുമിയോൻ്റെ അതിൻ്റെ ഇഞ്ചക്ഷൻ്റെ കോഴ്സ് കഴിഞ്ഞു. ഇപ്പം ഞങ്ങൾ 8-ാം പക്കം പശുവിനെ കൗലിപ്റ്റയിൽ വീണ്ടും പൊക്കി. ഇന്നിപ്പം കൗലിപ്റ്റയിൽ പശുവിനെ പൊക്കിയതാണ്. ഇന്നിപ്പം കൗലിനെ പൊക്കിയപ്പം 2 കാലും പുറയിൽ ബലത്തിൽ നിൽപ്പുണ്ട്. ഇപ്പോൾ കൗലിപ്റ്റിൽ ഫ്രീ ആണ്. ഈ പശു തന്നെ ഇപ്പം നിൽക്കുകയാണ്.
അപ്പോൾ നമ്മൾ കാണിക്കുന്ന ഓരോ ചെറിയ മണ്ടത്തരങ്ങളാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. പശു വീണ് അന്നേരം നമ്മൾ കൗലിപ്റ്റേ പോക്കും. ഈ കൗലിപ്റ്റേ പോക്കിക്കഴിഞ്ഞാൽ ഇതുങ്ങളുടെ വയറും ഒക്കെ ടൈറ്റായി, വയറും മകടും ഒക്കെ ടൈറ്റായിട്ട് ഇവർക്കൊരു വല്ലാത്തൊരവസ്ഥ വരും. അപ്പോൾ ഒരുവിധം ബലമുള്ള പശുക്കളെ മാത്രമേ കൗലിപ്റ്റേ പൊക്കാൻ നോക്കാവുള്ളൂ. നമ്മളിതേ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിലൊക്കെ ബെൽറ്റ് മുറുകി ചതവാകും, അത് പിന്നെ ഇൻഫെക്ഷനാകും, അങ്ങനെയൊക്കെ ആ പശു വർണ്ണത്തോടൊക്കെപ്പെട്ട് പോകും. അതേസമയത്ത് ഞാൻ ഈ ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് രണ്ടാം പൊക്കം പൊക്കി ഇപ്പം കാലിന് ബലമില്ലാതെ ഇപ്പം ഞങ്ങളതിനെ കിടത്തി മരുന്നുകൾ കൊടുത്തു, പശുവിൻ്റെ ആരോഗ്യസ്ഥിതി വീണ്ടെടുത്തു. അപ്പോൾ ഒത്തിരി മരുന്നുകളൊക്കെ ഡോക്ടറുടെ നിർദ്ദേശം ചെയ്ത് കേട്ടോ. ഇപ്പോൾ കാലിന് ബലം വെച്ചു. ഇപ്പം ഞങ്ങളിന്ന് പൊക്കിയപ്പം കൂളായിട്ട് 2 കാലേ സാധനം നിൽപ്പുണ്ട്. അപ്പം ഞങ്ങൾ പൊക്കി ഇനിയിപ്പോൾ 2-3 മണിക്കൂർ കഴിയുമ്പോൾ ബെൽറ്റ് ഫ്രീ ആക്കി വിടും. അപ്പോൾ ഇത് കിടന്നിട്ട് ഇനിയും വേക്കാൻ വണ്ടിയുണ്ടെങ്കിൽ വീണ്ടും അത് ബെൽറ്റ് മുറുക്കും, അന്നേരം ഏറ്റ് അങ്ങനെ ഒരു 2-3 ദിവസം കഴിയുമ്പം പതുക്കെ ഇറക്കി നടത്തും. അങ്ങനെ അത് അതിൻ്റെ ജീവിതത്തിലേക്ക് അത് തിരിച്ചു വന്നു എന്നുള്ള സന്തോഷ വാർത്ത ഞാൻ അറിയിക്കാനാണ് ഞങ്ങൾ ഈ ഒരു വാക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളൊക്കെ നല്ല ഡോക്ടർമാരുടെ നിർദ്ദേശം അനുസരിച്ച് അവർ പറയുന്ന പോലെ മാത്രം നമ്മൾ അനുകരിച്ചാൽ മതി, നമുക്ക് ഒരു പരാജയം വരത്തില്ല. ഞാൻ ഈ പ്രത്യേകം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പശു വീണ അന്നേരം എല്ലാവരും പറയും കൗലിപ്റ്റ് കൊണ്ടുവന്ന് പോക്കിക്കോ. പക്ഷേ അങ്ങനെ നമ്മൾ പോക്കി ഇതിനെ കെട്ടിത്തൂക്കി വെക്കുക, ഇതിൻ്റെ സ്വാതന്ത്ര്യം പോയി. അപ്പോൾ അത് തന്നെ ഒരു അപകടത്തിലേക്ക് പോകും. അപ്പം ഞങ്ങൾ 2 ദിവസം കഴിഞ്ഞ് പൊക്കി ഇപ്പം കാലിന് വിലയെല്ലാം ഞങ്ങൾ കിടത്തി വെച്ചു. പക്ഷേ കാലിന് വിലയെല്ലാം തൂങ്ങി കിടന്നിട്ട് കാര്യം ഇരിക്കുന്നത്. അങ്ങനെ അതിന് പോഷകങ്ങളൊക്കെ ചെന്നപ്പോഴത്തേക്കും എൻ്റെ ആരോഗ്യത്തിൽ നിന്ന് കാലിന് ബലമായി. ഇപ്പം കാലം നിൽപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോഴും നല്ല ഡോക്ടർമാരുടെ നിർദ്ദേശം അനുസരിച്ച് ചെയ്താൽ നമുക്ക് വിജയമായിരിക്കും ഫലമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളിപ്പോൾ ഒരു പശുവിൻ്റെ ഒരു ആരോഗ്യസ്ഥിതി മോശമായി, തീറ്റ മടുപ്പ് വന്നു, അല്ലെ പാല് കുറഞ്ഞു, അപ്പോൾ നമ്മൾ അന്നേരം നമ്മൾ ദഹനക്കേടിനുള്ള മരുന്ന് വാങ്ങിച്ച് കഴിക്കും. അത് 2 ദിവസം കൊടുത്ത് കുറയല്ല. പിന്നെ പശു ചിലപ്പോൾ വീണ് പോയാൽ നമ്മളൊന്നും ചെയ്യാറില്ല. അന്നേരം ഡോക്ടറെ വിളിക്കുന്നത് കാൽസ്യം കൊടുത്തു. പക്ഷേ കാൽസ്യക്കുറവ് കൊണ്ട് മാത്രമായിരിക്കില്ല പശു വീഴുന്നത്. ഈ തലേറിയ കൂടിപ്പോയാലും പശു വീണ് പോകും. അപ്പോൾ എനിക്ക് പറ്റിയത് അതാണ്. അപ്പോൾ ഞാനും ആദ്യം കാൽസ്യം കുത്തുകയില്ലേ, കാൽസ്യം കുത്തിയിട്ട് വാങ്ങാഞ്ഞിട്ടാണ് ബ്ലഡ് പരിശോധിച്ചത്. അപ്പോൾ നമ്മൾ ക്ഷീര കർഷകർ പുതിയ പശുക്കളെ വാങ്ങിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒരു 7 ദിവസം കഴിയുമ്പോൾ ഈ ബ്ലഡ് എടുത്ത് ലക്ഷങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും ബ്ലഡ് എടുത്ത് ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പോൾ ആരംഭത്തിലൊക്കെ ആയിരിക്കുന്നെങ്കിൽ തലേറിയ +1 അല്ലെങ്കിൽ +2 ഒക്കെ ആയിരിക്കും. +1 ഒക്കെ ആണെങ്കിൽ ഒരു ലക്ഷങ്ങളും കാണിക്കുന്നില്ല, ഇത് ബ്ലഡിലുണ്ട്. അത് കൂടി 2-3 ഒക്കെ ആയിക്കഴിഞ്ഞാൽ ലക്ഷങ്ങൾ കാണിക്കുള്ളൂ. +1 എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷം കാണിക്കില്ല. പക്ഷേ പശു മൊത്തത്തിൽ വീക്കായിരിക്കും. അപ്പം +1 ആണെങ്കിൽ നമുക്ക് ചെറിയ മെഡിസിനുകളിൽ ഈ സാധനം മാറ്റിക്കളയാം. പശുവിൻ്റെ ആരോഗ്യത്തെ ബാധിക്കത്തില്ല, പാലളവെ ബാധിക്കത്തില്ല, തീറ്റ കൊണ്ടുപോയി ബാധിക്കത്തില്ല, ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ഒരു പശുവിനെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു 7 ദിവസം ആകുമ്പോൾ അതിനെ നമ്മളൊരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. നമുക്കിപ്പം ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മളെല്ലാ സൗകര്യങ്ങളും ഉണ്ട്. നമ്മുടെ മൃഗാശുപത്രിയിൽ വന്നു കഴിഞ്ഞാൽ ഡോക്ടർമാർ നമുക്ക് ഇതിൻ്റെ ബ്ലഡ് എടുത്തു തരും. നമുക്ക് അവരുടെ മെയിൻ സെൻറ്ററുകളിലെല്ലാം ലാബുണ്ട്, അവിടെ കൊണ്ടുപോയി കൊടുക്കാം. അല്ലെങ്കിൽ പ്രൈവറ്റിലുള്ള ലാബ് ഉണ്ട്. അപ്പോൾ അവരുടെ ടെക്നീഷ്യന്മാർ നമ്മുടെ വീട്ടിൽ വന്ന് ബ്ലഡ് എടുത്തുകൊണ്ട് പോയിക്കോളും. അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും നമുക്കുണ്ട്. നമ്മളതൊക്കെ പ്രയോജനപ്പെടുത്തണം. അപ്പം ഈ ഫാമായിട്ട് നടത്തുന്നവരും സിംഗിളായിട്ട് നടത്തുന്നവരും എല്ലാം ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് ഈ മേഖലയിൽ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ.